ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നവരാകാം, അവർ പാരമ്പര്യ കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതുപോലെ നിൽക്കുന്ന രാശിയാണെങ്കിൽ ചൊവ്വയുടെ രാശിയാണ്. ചൊവ്വ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചെറുചുറുക്കിൻ്റെ രാശിയാണ്. വളരെ എപ്പോഴും നമ്മൾ അങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണം എന്ന് ധരിക്കുന്ന ഒരു രാശിയാണ് രാശിനാഥനാണ് ചൊവ്വ. അതേപോലെ തന്നെ അവർക്ക് വരുന്നത് എന്താണ്, ഇവരുടെ മൃഗം, ആചാര്യനെല്ലാം മൃഗങ്ങൾക്ക് ഒരു മൃഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഇവർക്ക് കൊടുത്തിട്ടുള്ള മൃഗം മാനാണ്. സ്ത്രീകളെ മാൻപേട പോലെ നല്ല ആൾക്കാരുമാണ്, വലിയ പ്രശ്നക്കാരല്ല. പക്ഷേ ഇതിനൊക്കെ പുറമെ ഇവർക്ക് കൊടുത്തിട്ടുള്ളൊരു ഭൂതമുണ്ട്. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയാണ്. അഗ്നിഭൂതം എന്ന് പറയുമ്പോൾ അന്തസ്സും അഭിമാനവും വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇത്രയും ചേർന്ന് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ അനിഴം നക്ഷത്രക്കാരായിട്ട് കാണുന്നത്. നമുക്ക് 27 നക്ഷത്രങ്ങളിൽ ഞാൻ പറയുകയാണെങ്കിൽ ഭംഗിയുള്ള, നല്ല ചെറുതുള്ള, നല്ല പേഴ്സണാലിറ്റിയുള്ള, നല്ല കാര്യങ്ങൾക്ക് ഏതിനും വേഗത്തിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് അനിഴം. അത്ര ഭംഗിയുള്ളവരാണ് എന്നും കൂടെ വേണമെങ്കിൽ പറയാം. എനിക്ക് ഒരുപാട് അനിഴ നക്ഷത്രക്കാരെ അറിയാം. അനിഴം അങ്ങനെയൊക്കെ വെച്ചിട്ട് പ്രത്യേകതയുള്ളൊരു നക്ഷത്രമാണ് അനിഴം, ഊൺ നക്ഷത്രമാണ്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാരെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എന്താണ് അവരുടെ പ്രത്യേകത? ഞാൻ പറയും, ചൊവ്വയും ഇതൊക്കെ വരുമ്പോൾ അവർക്ക് ഇമ്പോർട്ടൻ്റ് ദൃഢനിശ്ചയമുണ്ടാവും, ചെറിയൊരൊക്കെ ഉണ്ടാവും, സ്വാതന്ത്ര്യ ബോധമുണ്ട്. ആരും എന്നെ ഭരിക്കാനൊന്നും ആരും വരണ്ട എന്നൊരു ഒരു മെൻറ്റാലിറ്റി അവർ കാണാൻ വരും. അതിൽ ഔദാര്യം എല്ലാവർക്കും. അവരെ ആരെങ്കിലും അവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഡെഫിനറ്റായിട്ടും ആരെയും വെറുതെ വിടില്ല. സേവനം ചെയ്യാൻ വളരെ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ അഭിമാന മനോഭാവം, പരോപകാര മനസ്സ് എന്നുള്ളവരുടെ വളരെ ഇമ്പോർട്ടൻ്റായ സംഗതിയാണ്. മത്സരബുദ്ധിയോടെ മത്സരിച്ച് മുന്നേറാനും വളരെ മിടുക്കന്മാരാണ് ഇവർ. കാര്യം ഇവർ ചൊവ്വ എന്നൊക്കെ പറയുമ്പോൾ മത്സരത്തിൻ്റെ ആളാണ്, കോമ്പറ്റീഷൻ്റെ എപ്പോഴും റെഡിയാണ്, ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനത്തെ ഒരു ഗ്രഹമാണ്. ശനി വരുമ്പോൾ കുറച്ച് ക്ഷമയൊക്കെ കാണിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അവരുടെ പൊസസീവ്നെസ്സാണ് ഇവരുടെ വേറെ പ്രത്യേകത. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ഇവർ പോകും. അത് ഔട്ട് ഓഫ് ദ വേ ആയാലും ചെയ്യും. തിരിച്ചവർക്കിട്ട് പണി ചെയ്യുകയാണെങ്കിൽ പിന്നെ അവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അതാണ് ഇവരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ്. അതോടൊപ്പം തന്നെ ശുദ്ധവതിക്കാരാണ്. ആവേശം നിറഞ്ഞ സ്നേഹിക്കാനാണെങ്കിലും പ്രണയിക്കാനാണെങ്കിലും വളരെ ആവേശം കാണിക്കുന്നവരാണ് ഇവർ. അതിൽ സുന്ദരികളോ സ്ത്രീകളോ ആഡംബരപ്രിയതം കുറച്ച് കുറഞ്ഞവരാണ് ഇവർ. പ്രശ്നങ്ങളെ സമീപിക്കുന്നതിന് വിമുഖതയില്ല. ഒരു പ്രശ്നങ്ങളും അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാമെന്ന് പറയുന്നവരാണ്. ചുരുക്കി പറയുകയാണ് ഇവർ ഇത് പറയാം, പേടിയില്ലാത്തവരാണ്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ ആവശ്യമുള്ള ക്വാളിറ്റീസൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ അനിഴം നക്ഷത്രക്കാരായ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ. അങ്ങനത്തെ ഒരു നല്ല നക്ഷത്രത്തെപ്പറ്റി അവരുടെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അനിഴ നക്ഷത്രക്കാർക്ക് 2024 അവർക്ക് എന്താണ് കരുതി വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ 4 ശനി നിൽക്കുന്നുണ്ട്. 4 ശനി നിൽക്കുമ്പോൾ കണ്ടകശനി എന്ന് പറയാം. ഈ 6ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. 6ലെ വ്യാഴം അത്ര അനുകൂലമായ വ്യാഴമല്ല. കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ടും ഇവർക്ക് അത്ര അനുകൂലമായ അവസ്ഥയൊന്നും അല്ല. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും എന്ന് ചോദിച്ചാൽ എങ്ങനെ പോകുന്നു, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് പറയുന്ന ലെവലിലാണ് അവരുടെ കാര്യങ്ങളിരിക്കുന്നത്. മെയ് മാസം തൊട്ട് വ്യാഴം 7ലേക്ക് വളരെ അനുകൂലമായ രാശിയിലേക്ക് വ്യാഴം മാറുന്നുണ്ട്. അത് മാറിക്കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു നല്ലൊരു അനുകൂലാവസ്ഥ ഇവർക്ക് വരും. 4 നിൽക്കുന്ന ശനി 4 നിൽക്കുമ്പോൾ കണ്ടശനി ആണെങ്കിൽ നമുക്ക് നല്ല അലച്ചിലിനും നമുക്ക് പ്രയാസങ്ങളും നമ്മൾ ഒരു കാര്യം ഇന്ന് വിചാരിച്ച് ഇന്ന് നടക്കില്ല, നാളെ നടക്കുള്ളൂ. ആ ലെവലിലുള്ള ചേഞ്ചസ് ഉണ്ടാവും. എങ്കിലും 4 ശനി ഒരു ചതിക്കുന്നവനല്ല, സ്വന്തം രാശിയിൽ നിൽക്കുന്ന ശനിയാണ്. അതുകൊണ്ട് തന്നെ ശനിയുടെ ഉപദ്രവങ്ങൾ വലുതായിട്ടുണ്ടാവില്ല. നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. മെയ് മാസം തൊട്ട് കുറച്ചുകൂടെ നമുക്ക് അനുകൂലമായി വരുന്നൊരു സമയമാണ്. ഏതെല്ലാം വഴിയാണ് തൊഴിൽപരമായ ഉയർച്ച പ്രതീക്ഷിക്കാൻ തീർച്ചയായിട്ടും മെയ് മാസം തൊട്ടുള്ള 8 മാസം വളരെ അനുകൂലമാണ്. മെഡിസിൻ, അതൊരു വിഷരാശി എന്നാണ് ഇനി പറയുന്നത് വൃശ്ചികത്തിന്. അതുകൊണ്ട് മെഡിസിൻ, മറൈൻ, സാനിറ്ററി സംബന്ധമായ ബിസിനസ്, ഫിലോസഫേഴ്സ്, കലാരംഗത്തുള്ളവർ, ഇവർക്കെല്ലാം ഡയറി ഫാം നടത്തുന്നവർ, സാനിറ്ററി വർക്ക് ചെയ്യുന്നവർ, ഇവർക്കെല്ലാം വളരെ അനുകൂലമായ ഒരു പീരീഡാണ് വരാൻ പോകുന്ന ഒരു വർഷം എന്ന് പറയാം നമുക്ക്. അത് നന്നായിട്ട് ഇവർ ശരിക്കും വരുന്ന മാസങ്ങളിൽ അത് ഉപയോഗിക്കണം, അത് പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ചെറിയ പ്രയാസമില്ലെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കിട്ടുള്ളൂ. അതിന് ഞാനങ്ങനെ പറയാൻ കാരണം അനിഴത്തിന് ആ ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. മുമ്പോട്ട് ചാടി കയറി പോകാനുള്ള എല്ലാ കഴിവുള്ളവരാണ്. അതിന് മുമ്പോട്ട് പോകണം. പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ആരോഗ്യ പ്രശ്നം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ സൂക്ഷിക്കണം. കാര്യം 4ലെ ശനിയും 6ലെ വ്യാഴം ഇപ്പോൾ ഉള്ളത് ചിലപ്പോൾ കൂടിയും തരും. അതുകൊണ്ട് മെഡിസിനൊക്കെ എടുത്ത് മര്യാദയ്ക്ക് ഇരിക്കുക. ഒരു മേ കഴിഞ്ഞിട്ടേ കുറച്ചൊരു ലീനിയൻസി അതിൽ കാണിക്കാൻ പാടുള്ളൂ.
കുടുംബങ്ങളുടെയും അതുപോലെ സ്ത്രീകൾക്കും കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും പ്രശ്നങ്ങൾ ശരിക്കും മനസ്സിലാക്കി അവരെ സഹായിക്കാൻ പ്രതിവിധി കണ്ടെത്തി സഹായിക്കാനും ഈ അനിഴ നക്ഷത്രക്കാർക്ക് കഴിയും. അതിന് ഏറ്റവും നല്ല സമയമാണ് വരുന്നത്. അതുകൊണ്ട് മെയ് മാസം തൊട്ടുള്ള 8 മാസം മാക്സിമം ഉപയോഗിക്കുക. സ്ത്രീകൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. അവർക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വിവാഹം, സന്താനലബ്ധി, തൊഴിലുയർച്ച, ആദരവ് എന്നിവയെല്ലാം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സ്ത്രീകൾക്ക്. അവരുടെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് വേണ്ടപ്പെട്ടവർ നോക്കി മുതിർന്നവർക്കുള്ള കാര്യങ്ങൾ, വീട്ടമ്മമാർ പ്രത്യേകിച്ച് മുതിർന്നവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് ഭർത്താവിൻ്റെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഫാമിലി കൊണ്ടുപോകാൻ പറ്റും. അത് വീട്ടമ്മമാർക്കാണ് അതിൻ്റെ ചുമതല കൂടുതലായിട്ടുള്ളത്. അതിന് വിദ്യാർത്ഥികൾക്കും അവരുടെ പ്രോജക്റ്റെല്ലാം തടസ്സങ്ങൾ കൂടാതെ വളരെ ഭംഗിയായിട്ട് കൃത്യം സമയത്തിന് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. ഈ പ്രണയിക്കുന്നവർക്കുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും സ്വാർത്ഥത കാണിക്കരുത്. കുറച്ച് ആ കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള അവസരം അവരുടെ ഇണയ്ക്ക് കൊടുത്താൽ നമുക്ക് സന്തോഷിക്കുക. ഞാൻ തന്നെ എല്ലാം ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ പണി കിട്ടും എന്നുള്ള ഒരു ചെറിയ വാണിംഗ് കൂടെ ഞാൻ തരുന്നു. അപ്പോൾ പൊതുവേ ഈ അനിഴ നക്ഷത്രക്കാർക്ക് 2024 എന്ന് പറയുന്ന നല്ലൊരു വർഷമാണ്. അത് പരമാവധി ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളെല്ലാം എടുത്ത് വിജയിക്ക്. ചെറിയതുപോലെ റിസ്ക് എടുക്കാനൊക്കെ പറ്റിയ സമയമാണ്. അതിനൊന്നും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. അതിൽ പോവുക. കുറച്ച് ഗർവ് കുറയുക. മാനെന്ന് ഞാൻ പറയാൻ ഒരുപാട് പാപമാവണ്ട. കുറച്ച് അന്തസ്സും അഹങ്കാരമൊക്കെ ഉള്ളവരാണ് നിങ്ങൾ. സ്വല്പം നയപരമായിട്ട് കൂടെ മുന്നേറുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. അപ്പം നയപരമായി മൂവ് ചെയ്യുക. നിങ്ങൾക്കെല്ലാം നന്നായിട്ട് ഇതിന് പോകാനായിട്ട് കഴിയും. അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഞാൻ കുറച്ച് പരിഹാര മാർഗ്ഗങ്ങൾ കൂടെ പറയാം. അപ്പോൾ ശനിയാണ് അവരുടെ നക്ഷത്രനാഥൻ. അതുകൊണ്ട് പതിവായിട്ട് ശനിയുടെ ദേവതകളായ ശാസ്താവിനെ സ്ഥിരമായിട്ട് ഭജിക്കേണ്ടതാണ്. ശനിയാഴ്ച ഒരു അമ്പലത്തിൽ പോവുക, അവിടെ പോയിട്ട് എള്ള് കത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങൾ ശനിക്ക് ആവശ്യമുള്ള സംഗതികൾ ചെയ്യുക. അനിഴ നക്ഷത്രവും ശനിയാഴ്ച കൊണ്ട് ഒരുമിച്ച് വരുന്ന വർഷം വളരെ സവിശേഷ പ്രാധാന്യമുള്ളതാണ്. അന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അമ്പലത്തിൽ പോകണം. അന്ന് പരിഹാരങ്ങളൊക്കെ ചെയ്യണം. കഴിയുമെങ്കിൽ ഒരു നേരം വ്രതമൊക്കെ എടുക്കണം. കറുപ്പ് നീല വസ്ത്രങ്ങളാണ് ആ ദിവസം ധരിക്കാനായിട്ട് ഉത്തമം. മൂൺ സ്റ്റോണ്, ചുവന്ന പഴം എന്നീ രത്നങ്ങളും ധരിക്കാമെന്നുള്ളതാണ്. ഇനി ലാൽ കിതാബിനെ പറ്റി പറയാം. കേട്ടിട്ടുണ്ടാവും. ലാൽ കിതാബ് പരിഹാരങ്ങൾ എന്ന് പറയാൻ നോർത്ത് ഇന്ത്യയിലുള്ളൊരു പരിഹാര രീതിയാണ്. അത് നമ്മുടെ ഞാൻ എൻ്റെ വീഡിയോകളിൽ ഒരു 3-4 വീഡിയോകളിൽ ലാൽ കിതാബിലെ പരിഹാരങ്ങളെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ചിലവ് കുറഞ്ഞതും നമുക്ക് രസകരമായി തോന്നുന്നതുമായ പരിഹാരങ്ങളാണ് അതിൽ പറയുന്നത്. അതിപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതിന് അനിഴ നക്ഷത്രത്തിൽ അനുഷ്ഠിക്കേണ്ട ചെറിയ കാര്യങ്ങളൂടെ ഞാൻ പറയാം. എണ്ണയും വൈനും ദാനം ചെയ്യുക എന്നാണ് പറയുന്നത്. കടുകെണ്ണ ഒഴിച്ച് അതിൽ പാചകം ചെയ്ത ഭക്ഷണം പട്ടിക്കും കാക്കയ്ക്കും നൽകുക. അതായത് പട്ടിക്കും കാക്കയ്ക്കും കൊടുക്കാൻ കുറേ ചോറെടുത്ത് കടുകെണ്ണ അതിലൊഴിച്ച് അതിൽ പാചകം ചെയ്യണമെന്നാണ് പറയുന്നത്. ആ കടുകെണ്ണ വളരെ ഇമ്പോർട്ടൻ്റ്. അതൊക്കറിയാം, ശനിയുടെ ഇമ്പോർട്ടൻസ് അറിയാമല്ലോ. അപ്പോൾ എണ്ണയും വൈനും ദാനം ചെയ്യണം. ബാലരന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. ആ മങ്കീസിന് നമ്മളൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. തൈരോ പാലോ കൊണ്ട് നെറ്റിയിൽ തരിക. രാവിലെ എന്നും നമ്മൾ ഓഫീസിൽ പോകുന്ന സമയത്തും തൈരിൻ്റെ പാലിൽ ഇങ്ങനെ കൈ തൊട്ടിട്ട് ഒരു ചെറിയൊരു തിലകം ഇങ്ങനെ സ്വയം മണി അതങ്ങ് ഉണങ്ങിപ്പോയിക്കോളും. തിലകം ഉണങ്ങിയിട്ട് പോകുന്നത് ഈ അനിഴ നക്ഷത്രങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഡെയിലി ഇങ്ങനെ ആഴ്ച ഒരു ദിവസം ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. പാമ്പുകളെ കൊല്ലാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക. കഴിയുമെങ്കിൽ ആവാസ കേന്ദ്രം ഉണ്ടാക്കുക. പാമ്പുകൾക്ക് ആവാസ കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാവ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇപ്പോൾ കാവ് നമുക്ക് ഉണ്ടാക്കുന്ന കാര്യം പ്രാക്ടിക്കൽ ചെയ്യണം. കാവുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് മരം വെച്ച് പിടിക്കുക. അല്ലെങ്കിൽ ഇന്നും അങ്ങനെ എല്ലാ കാവിലും മരം കൊടുക്കാനുള്ള വെച്ച് പിടിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ 100 പാലും അമ്പലത്തിൽ പോയി കൊടുക്കുക. ഭൃത്യന്മാരെ സഹായിക്കുക. ഭൃത്യന്മാരെ നമ്മൾ ഒരുപാട് വഴക്ക് പറയും, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവരെ കഴുകി സഹായിക്കുക എന്നാണ് പറയുന്നത്. കറുത്ത നിറമുള്ള മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. പോത്ത്, എരുമ, കറുത്ത പശു, കറുത്ത ഡോഗ്സ് ഒക്കെ അതാണ്. വീട്ടിൽ വെള്ളിക്കട്ട സൂക്ഷിക്കുക. വെള്ളിയിലുള്ളൊരു കട്ട, വെള്ളിക്കട്ട എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാലും മതി. വെള്ളിയിലൊരു കഷ്ണം നമ്മൾ പൂജാമുറി വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. തുരുമ്പുള്ള ചെറിയ ഇരുമ്പ് കഷ്ണം പെഴ്സിൽ സൂക്ഷിക്കുക എന്നാണ്. ശനിയുടെ പരിഹാരങ്ങളില്ല. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ചെറിയ വാഷർ, മെഷീനകത്തൊക്കെ ഇരിക്കുന്ന വാഷർ ഉണ്ടാവും. ചെറിയ വാഷർ കിട്ടും. ആ വാഷറിൽ തുരുമ്പെല്ലാം കാണും. അതൊരെണ്ണം എടുത്ത് ഒരു നമ്മുടെ പെഴ്സിനകത്ത് വെച്ചിരുന്നാൽ മതി. അത് പെർമനൻ്റായിട്ട് അവിടെ ഇരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ശനിയുടെ അത് തുരുമ്പാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപവസിക്കുക കഴിയും. ഇതാണ് അതിന് പറയുന്നത്. ഇനി ഞാൻ കുറച്ച് മുഹൂർത്തങ്ങളെന്നല്ല ഇവിടെ പറയാം. കാര്യം നമുക്ക് തൊഴിൽപരമായി ചെയ്യാവുന്ന സമയം രവിയുടെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ജനുവരി 15 തൊട്ട് ഫെബ്രുവരി 15 മകരമാസം ഈ അനിഴ നക്ഷത്രക്കാർക്ക് നല്ലതാണ്. മകരമാസം നിങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ നല്ലതാണ്.
ഏപ്രിൽ 15 തൊട്ട് മെയ് 15 മേടമാസവും നിങ്ങൾക്ക് അനുകൂലമാണ്. സൂര്യൻ മേടത്തിൽ നിൽക്കുന്ന സമയം നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ആഗസ്റ്റ് 15 തൊട്ട് ഒക്ടോബർ 15 ചിങ്ങവും കന്നി 2 മാസവും ഒഫീഷ്യൽ തീരുമാനങ്ങൾ നന്നാണ്. കാരണം രവി അന്ന് 10ലും 11ലുമായിട്ട് മൂവ് ചെയ്യുന്ന സമയമാണ്. ഇതാണ് നിങ്ങൾക്ക് ഇതിനകത്തായിട്ട് എനിക്ക് പറയാനുള്ള സജഷൻസ്. അനിഴ നക്ഷത്രത്തിൽ എല്ലാവർക്കും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.